ബാക്ക് ടു പാനൽ 4ലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ആൻഡ് ഷാജഹാൻ അബൂബക്കർ അദ്ദേഹം തന്നെയാണ് അഗെയിൻ നമ്മുടെ ഹോസ്റ്റ്. പ്ലീസ് ജോയിൻ സർ. ആൻഡ് ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ബിനോയ് ബാബു, ദ മാർക്കറ്റബിൾ. Please welcome onto the stage. Let's welcome Mr. Binoy Babu. Binoy sir na stage like invite you know. Please welcome. And Mr. Mirzad Makdum from Tribe Academy. Please welcome sir. So once again let's welcome Mr. Mirzad Makdum onto the stage. And from 10x Trader, Mr. Ananthakrishnan Narar. Please welcome onto the stage. So നമ്മളൊരു സഡൻ ആണ് ഈ ഒരു പാനൽ സെഷനിലേക്ക് മൂവ് ചെയ്തത്. അതുകൊണ്ട് ഗസ്റ്റിന് ഒരു ചെറിയ ഡിലേ ഉണ്ട്. എല്ലാവരും നമുക്ക് ഒരു ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം. സോ വൺസ് അഗെയിൻ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ബിനോയ് ബാബു ആൻഡ് അനന്തകൃഷ്ണൻ നാരാർ. ബിനോയ് സാറിനെ ഒരിക്കൽ കൂടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ. And finally we are waiting for Ananthakrishnan. So നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Anantha will be joining. Yeah. Good evening. ഉഷാറാവട്ടെ. ഗുഡ് ഈവനിങ്. താങ്ക് യു. നമുക്കൊരു പാനൽ ഡിസ്കഷനിൽ ഇന്നത്തെ ഈ പാനലിൻ്റെ നമ്മുടെ സബ്ജക്റ്റ് വാട്ട് ദേ ഡോണ്ട് ടെൽ അബൌട്ട് മണി. കാശിനെ കുറിച്ച് നമ്മളടുത്ത് അവർ പറയാത്തത് എന്താണ്? അങ്ങനൊരു സാധനം ഉണ്ടല്ലേ, നമ്മളടുത്ത് പറയാത്ത എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ എക്സ്പേർട്സാണ്. മിർസാദിന് നിങ്ങൾക്ക് അറിയാം, വളരെ സുപരിചിതമാണ്. ബിനോയ് ഇപ്പോൾ ആൾറെഡി ഒരു സെഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. അനന്തു സോഷ്യൽ മീഡിയയിൽ വളരെ സുപരിചിതനായ ആളാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു സെഷൻ ഇപ്പോൾ കഴിഞ്ഞത് കാരണം ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നില്ല. ഇനി നമുക്ക് ഡയറക്റ്റ് ഡിസ്കഷനിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ മിർസാദിനോട് ചോദിക്കണം. മിർസാദായി, ഈ പഹയന്മാരൊന്നും നമുക്ക് പറഞ്ഞു തരാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടല്ലോ, അതെന്താ? ഞാൻ നിങ്ങളിൽ നിന്ന് പഠിച്ചേ. സോ ഇറ്റ്സ് ആക്ച്വലി വെരി ഈസി ടു മേക്ക് മണി. One myth that I want to break is that usually growing up people will say that life is going to be very hard, but life is very easy. The problem is we work for money, we don't let the money work for you. ഈ ഒരു ഇവൻറ്റും അതിനൊരു എക്സാമ്പിളാണ്. We let the money work for us so that we can do whatever we want, and I think we pull it off this in a month. So the one thing that the people don't tell us about is you shouldn't work for money, the money should work for you. Hello. Okay. Yeah. ഓക്കെ. മിർസാദ് പറയുന്നത് കാശുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണെന്നാണ്. നിങ്ങൾ എഗ്രി ഉണ്ടോ? ഇല്ല? ഓക്കെ, നമുക്ക് നോക്കാം. അനന്തുവിന് എന്താ പറയാനുള്ളത്? ബേസിക് കോൺസെപ്റ്റ് അബൌട്ട് മണി. ഇത്രയും കാലം ഈ പറഞ്ഞതൊന്നും അല്ല, ഇപ്പോൾ ഈ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തപ്പോൾ ഇത്ര കാലം പറഞ്ഞതൊന്നും അല്ല, നമ്മൾ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. എൻ്റെ കോൺസെപ്റ്റിൽ ഇപ്പോൾ ഷാവ് പറഞ്ഞ പോലെയാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഇനിഷ്യൽ സ്റ്റേജസിൽ. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പാനലിൽ പറഞ്ഞ പോലെ ഞാൻ ട്രേഡിംഗ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇനിഷ്യൽ സ്റ്റേജസിൽ നമ്മൾ ബിഗിനേഴ്സിലൊക്കെ എന്ന് പറയാം എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു ഇൻകം ജനറേറ്റ് ആവും. അതായത് ഏതൊരു ബിഗിനറിനും ഉണ്ടാകുന്ന ഒരു ഇതാണ്. പക്ഷേ അത് പിന്നീട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ ബിനോയുടെ സെഷനിലും പറഞ്ഞായിരുന്നു റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ജനറേറ്റ് ചെയ്യുന്ന മണി അത് നമ്മളെങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത്, അതായത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുന്നുള്ളതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്. അത് മിക്ക ആൾക്കാരും നമുക്ക് പറഞ്ഞു തരുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതാണ് ഞാൻ നോക്കിക്കാണുന്നൊരു കാര്യം.
എക്സ്ക്യൂസ് മീ, ഈ മൈക്കിൻ്റെ ഒക്കെ ഒന്ന് ഓളിയം ഇൻക്രീസ് ചെയ്യോ? ഈ മൈക്കിൻ്റെ എല്ലാം ഒന്ന് ഓളിയം ഇൻക്രീസ് ചെയ്യോ? ഓക്കെ. ബിനോയ് ഒരു സെഷൻ കഴിഞ്ഞേക്കാം. ബിനോയ്, മിർസാദ് പറയുന്നത് ഈസി ആണെന്നാണ്, അനന്ത് പറയുന്നത് മാനേജ് ചെയ്യാനാണ് ബുദ്ധിമുട്ടെന്നാണ്. ബിനോയ് എന്ത് പറയുന്നു? സോ ഈ മണി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് ചിരിച്ചിരിക്കുന്ന ഗാന്ധിജിയുടെ പാടുള്ള ഒരു കറൻസി നോട്ടായിരിക്കും. പക്ഷേ മണി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഫോർ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസ്. നമുക്കൊരു ഗുഡ്സും സർവീസും ബൈ ചെയ്യാൻ സാധിക്കുന്ന ഏതൊരു സാധനവും മണിയാണ്. അത് കറൻസി നോട്ട് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ കറൻസിയുടെ ചരിത്രമൊക്കെ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ആക്ച്വലി മണി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ്റെ ഏറ്റവും ബേസിക് നീഡായിട്ട് ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ട് പറയാറുള്ളത് വായു, ഭക്ഷണം, പാർപ്പിടം, ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇതിൽ വായു ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം. സോ അത്രയും ഒരു ഹ്യൂമൻ്റെ ഏറ്റവും ബേസിക് നീഡായിട്ടുള്ളൊരു കാര്യമാണ് മണി എന്ന് പറയുന്നത്. ഈ മണി എന്ന് പറയുന്ന ആ സംഗതി കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്കത് കറൻസി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ പണം നമ്മൾ യൂസ് ചെയ്യുന്ന പണമായിട്ട് എടുക്കാം. ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസും നമുക്ക് ഉണ്ടാവാം, വളരെ നല്ല എക്സ്പീരിയൻസും നമുക്ക് ഉണ്ടാവാം. ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ മോശമായിട്ട് എനിക്ക് പല എക്സ്പീരിയൻസ്, ഇപ്പോൾ എനിക്ക് അത്രയും ആഗ്രഹമുള്ള പല കാര്യങ്ങളും സാധിക്കാതെ വരുന്ന സിറ്റുവേഷൻ ഈ പണം എന്നുള്ളത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ള ഒരു എനിക്ക് ഫ്രീഡം തരുന്ന ഒരു കാര്യമായിട്ട് ഈ പണം മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ പണത്തിനെ പറ്റി പറയുമ്പോൾ ഒരു ഗുഡ് എക്സ്പീരിയൻസും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മെനു നോക്കിയിട്ട്, പ്രൈസ് നോക്കാതെ മെനു മാത്രം നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു നല്ല എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ മണി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഹ്യൂമൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡായിട്ടും ഹ്യൂമൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു സാധനമായിട്ടാണ് ഞാൻ പേഴ്സണലി മണിയെ കാണുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുക എന്ന് പറയുന്നതും മണി വെച്ചുകൊണ്ട് തന്നെ മണി ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ചെയ്തു പോകേണ്ട ഒരു കാര്യം. അത് ട്രേഡിങ്ങോ ഇൻവെസ്റ്റ്മെൻറ്റോ മാത്രമല്ല, വേറെയും പല കാര്യങ്ങളിലൂടെ നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് മണിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ബേസിക്കലി നമ്മളോട് എന്താ പറഞ്ഞു തരാത്തത് എന്ന് ചോദിക്കുന്നതിന് പകരം നമുക്ക് എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്. ശരിക്കും ഞാൻ നേരത്തെ എൻ്റെ സെഷനിൽ സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ മണീനെ കുറിച്ച് അല്ലെങ്കിൽ ഫിനാൻസിനെ കുറിച്ച് ശരിക്കും എന്താ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ജനറേഷൻസ് ആയിട്ട് എന്താ പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാത്തതാണ് കൂടുതൽ. നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചതും അല്ല, ആരും പറഞ്ഞു തന്നതുമല്ല, നമ്മൾ ജീവിച്ചു പോയപ്പോൾ നമ്മൾ നടക്കാൻ പഠിച്ച പോലെ എങ്ങനെയൊക്കെയോ നമ്മൾ ചുറ്റുപാടുന്നും നമ്മുടെ സർക്കംസ്റ്റാൻസസ് ഒന്നും കിട്ടിയ അറിവാണ്. അപ്പോൾ ബേസിക്കലി ഈ നോളജ് കിട്ടിയത് സർക്കംസ്റ്റാൻസസ് എന്നായത് കാരണം നമ്മുടെ സർക്കംസ്റ്റാൻസസിൻ്റെ ക്വാളിറ്റി പലപ്പോഴും ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ നോളജിൻ്റെ ക്വാളിറ്റിനെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഇപ്പോൾ നമ്മൾ മണി എന്ന് പറയുമ്പോൾ ബിനോയ് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന കറൻസിയാണ്. അതൊരു ഫോർമാറ്റ് ഓഫ് മണിയാണ്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും ഡിജിറ്റൽ കറൻസി എന്താണെങ്കിലും ഒക്കെ മണിയുടെ ഒരു ഫോർമാറ്റ്സാണ്. കുറച്ചും കൂടി മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും മിർസാദെ? Okay, so I think Vinay explained it very well. അല്ലേ, ഈ പൈസ എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ മോഡ് ഓഫ് ട്രാൻസാക്ഷൻ. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇറ്റ് ക്യാൻ ബി മൈ ടൈം, ഇറ്റ് ക്യാൻ ബി യുവർ ടൈം, ഇറ്റ് ക്യാൻ ബി മൈ എനർജി, യുവർ എനർജി, ഇറ്റ് ക്യാൻ ബി എ പേപ്പർ ഓഫ് ഗാന്ധിജിയുടെ നോട്ട്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. So for me, I think the actual currency is my time. So the one thing that my parents or their parents missed or forgot to teach us is that the actual currency is our time. നമ്മൾ ഇപ്പോൾ ഞാൻ എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് ഏറ്റവും കുറവ് സമയം സ്പെൻഡ് ചെയ്തതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ ആ ഒരു കാൽക്കുലേഷനിലേക്ക് എത്താൻ പറ്റിയതാണ് ചിലപ്പോൾ ആസ് എൻ ഓൺട്രപ്രണർ എനിക്കൊരു സക്സസ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. സോ ഫോർ മീ ടൈം ഇസ് ഓൾസോ മണി. ടൈം ഇസ് ഓൾസോ മണി. കറക്റ്റ്. മിർസത്ത് പറഞ്ഞതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി മണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റിൽ നമ്മളുടെ എഫേർട്ടും നമ്മുടെ ടൈമും നമ്മൾ കൊടുക്കുമ്പോൾ അതിന് റിട്ടേൺ കിട്ടുന്നതാണ് ശരിക്കും ബേസിക്കലി മണി. അത് മേ ബി ഡെയിലി വേജസ് ആവാം, സാലറി ആവാം. ഒരു ബേസിക് സ്റ്റേജിൽ നമ്മൾ നോക്കിയാൽ അതാണ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് പിന്നെ മിർസാദ് പറഞ്ഞ അതേ കാര്യം തന്നെ, നമുക്ക് എത്രത്തോളം മണി കിട്ടും എന്നുള്ളത് നമ്മളെ ക്വാളിറ്റി ഓഫ് എഫേർട്ടിനെയും നമ്മളെ ക്വാളിറ്റി ഓഫ് ബേസിക് സ്റ്റേജിൽ ഇത് ക്വാണ്ടിറ്റിയാണ്. നമ്മളിപ്പോൾ ഡെയിലി വേജസ് ആണെങ്കിലും നമ്മളെ കരിയറിൻ്റെ ബേസിലൊക്കെ ആണെങ്കിലും നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് എഫേർട്ടും ക്വാണ്ടിറ്റി ഓഫ് ടൈമും കൊടുക്കുന്നതിനായിരിക്കും നമ്മളെ ബേസിക് റിട്ടേൺ. എന്നാൽ അതിൻ്റെ കുറച്ചും കൂടി നല്ലൊരു ഫോർമാറ്റിലേക്ക് പോകുമ്പോൾ
ക്വാളിറ്റി ഓഫ് എഫേർട്ടും ക്വാളിറ്റി ഓഫ് ടൈമിനും അനുസരിച്ചായിരിക്കും ഇത് കിട്ടുക. ഇതിൻ്റെ ഒരു തേർഡ് സ്റ്റേജിലേക്ക് ചെല്ലുമ്പോഴാണ് ആക്ച്വലി ലിവറേജ് ചെയ്യാൻ പറ്റുക എന്ന് പറയാം. ആക്ച്വൽ ആളുകൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എത്രത്തോളം ലിവറേജ് ചെയ്യാൻ പറ്റുന്നു, അവരെ സ്കില്ലോ നോളേജോ ടൈമോ എന്തൊക്കെ ലിവറേജ് ചെയ്യാൻ പറ്റുന്നുള്ള. അങ്ങനെ നോക്കണമെങ്കിൽ അനന്തു ബേസിക്കലി അനന്തുവിൻ്റെ അഭിപ്രായത്തിൽ ഒരു സാധാരണക്കാരന് ഏറ്റവും നല്ല രീതിയിൽ മണി ജനറേറ്റ് ചെയ്യാൻ അയാൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? അത് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആക്ച്വലി എൻ്റെ എക്സ്പീരിയൻസിൽ പറയുവാണെങ്കിൽ നമ്മൾ ഏത് ഫീൽഡിലാണ് നമുക്ക് എക്സ്പെർട്ടീസ് ഉള്ളത് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ സെയിം ഒന്നോട് റിപ്പീറ്റ് ചെയ്യുകയാണ്, എൻ്റെ സെയിം കേസ് എടുത്താൽ തന്നെ ഞാനിപ്പോൾ ട്രേഡിങ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അതിൽ നിന്നൊരു പാർഷ്യൽ ഇൻകം ലൈക്ക് മന്ത്ലി ബേസ് വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഡെയിലി ബേസ് അങ്ങനെ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഒരാൾക്ക് ക്വസ്റ്റ്യൻ ഒന്നോട്ട് റിപ്പീറ്റ് Usually, how much time you spend for each trade, and how much money you generate each trade, how much money you generate per trade. ഓക്കെ, അത് ലൈക്ക് ഒരു ട്രേഡിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് ഡിപ്പെൻസ്. നമുക്ക് കിട്ടുന്ന ഓരോ സെറ്റപ്സ് ഓരോ ഡേ ആവറേജ് ഒരു 12 hour മിനിമം എടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ അതിലുള്ള എൻ്റെ ക്വസ്റ്റ്യൻ മിർസാദിനെ കുറച്ചുകൂടി ഈസി ആക്കി. ഇതിനെങ്ങനെ ഒരു ലെവലിലേക്ക് ഇതിനെങ്ങനെ ലിവറേജ് ചെയ്യാം? ലിവറേജ് ചെയ്യാം മീൻസ് ലൈക്ക് ചെറുതായിട്ട് ലൈക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ I think the one thing is that 12 hours അനന്തു ട്രേഡ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ 12 hours അനന്തു ട്രേഡ് നടക്കുന്നുണ്ടാവില്ല. സോ അനന്തു ട്രേഡ് ശരിക്കും എടുക്കുന്നുണ്ടാവുക ചില 1 minute. If you are scalper then you are taking 1 minute trade അല്ല 2 to 3 minute trade, maximum 3 minute അല്ലേ. പക്ഷേ ഹിസ് പ്രിപ്പറേഷൻ ഇസ് ഫോർ 12 hours. എൻ്റെ ക്വസ്റ്റ്യൻ അതല്ല ആക്ച്വലി. എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മുടെ പേഴ്സണൽ എഫേർട്ട് ബേസ് ചെയ്ത് മാത്രമല്ലാതെ നമ്മുടെ ഈ സ്കില്ലിനെ, ഇപ്പം അനന്തിൻ്റെ സ്കില്ല് ട്രേഡിംഗ് ആണ്. അപ്പോൾ ഈ ട്രേഡിങ്ങിനെ എങ്ങനെ ലിവറേജ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് കൂടുതൽ മണി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ടെക്നോളജിയുടെ സഹായത്തോടെയാണ്. എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്, എങ്ങനെയാണ് ട്രേഡിങ്ങിന് അനന്തിനും അടുത്തൊരു ലെവലിലേക്ക് ലിവറേജ് ചെയ്യാൻ, മീൻസ് എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാം? ഓക്കെ, അതിപ്പോൾ അതായത് അനന്തിൻ്റെ പേഴ്സണൽ എഫേർട്ട് ഇല്ലാതെ അനന്തിന് എങ്ങനെ മണി ഉണ്ടാക്കാം? അതാണ് സിംപ്ലി ക്വസ്റ്റ്യൻ. പേഴ്സണൽ എഫേർട്ട് ഇല്ലാതെ ട്രേഡിങ്ങിൽ മണി ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പം നമ്മൾ നേരത്തെ ഇരുന്ന പാനലിലാണെങ്കിലും എയുടെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. സ്റ്റിൽ നമ്മളൊരു എ യൂസ് ചെയ്യുവാണ് അല്ലെങ്കിൽ അവിടെ ഒരു ബോട്ട് ട്രേഡിങ്ങിനെ സമീപിക്കുകയാണെങ്കിൽ പോലും നമ്മളത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ ഒരു സ്റ്റേജിൽ അത് ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം മാർക്കറ്റ് അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ ഒരു 3 months കൂടുമ്പോൾ മാർക്കറ്റ് സൈക്കിൾ ചേഞ്ചായി വരുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിൽ പറയുന്ന പോലെ നമ്മുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഒരു ടൈം പീരീഡ് വരെ നിൽക്കാൻ പറ്റുമെന്നാണ് ബിനോയുടെ ഒരു ഒപ്പീനിയൻ എന്താ? മിർസാദ് പറഞ്ഞ പോലെ തന്നെ ടൈം ഈസ് മണി. ഇപ്പോൾ നമ്മളൊരു കുട്ടി സ്കൂളിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അറിവുണ്ടാക്കുക എന്നുള്ള കാര്യം മാത്രമല്ല, അൾട്ടിമേറ്റ് ലക്ഷ്യം വരുന്നത് ഒരു ജോലി വാങ്ങുക, സാലറി വാങ്ങുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ്. അത് പഠിപ്പെല്ലാം കഴിഞ്ഞ് ഒരു ജോബ് കിട്ടി നല്ലൊരു ഹൈ പെയ്ഡ് ആയിട്ടുള്ളൊരു സാലറി കിട്ടിയാൽ പോലും അവരുടെ ഒരു മന്ത്ലി എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സാലറിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാം. അവിടെ അവർക്ക് അവരുടെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ടൈം കൊണ്ട് മിർസാദ് പറഞ്ഞ പോലെ ടൈം ഈസ് മണി. ആ ടൈം അവർക്ക് അവിടെ ഇല്ല. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഹൈ പെയ്ഡ് ആയിട്ടുള്ള ജോബുള്ള ഒരാൾക്ക് പോലും അവരുടെ ബാക്കിയുള്ള എക്സ്പെൻസ് എല്ലാം തന്നെ മീറ്റ് ചെയ്യാൻ സാധിക്കാതെ തകർന്ന് തരിപ്പണമായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഒരൊറ്റ കാര്യത്തിൽ മാത്രം, ഇപ്പോൾ അനന്തു ട്രേഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഒരൊറ്റ കാര്യത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിൽ നിന്ന് മാത്രം നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന സമയത്ത് നമ്മുടെ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു ഇൻകം കിട്ടുള്ളൂ എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള കുറേ റിസ്ക് അവിടെയുണ്ട്. ഇനി ട്രേഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു ട്രേഡറാണ്. അപ്പോൾ എനിക്ക് ട്രേഡിങ്ങിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു സ്കില്ലിന് അറൗണ്ട് എനിക്കൊരു ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമ്മുടെ ഒരു എഫേർട്ട് ഇല്ലാതെ പോലും നമുക്ക് അവിടെ ഒരു ഇൻകം സോഴ്സ് ആക്കി അത് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ട്രേഡിംഗ് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഇതൊരു സാധാരണ ജോലിക്ക് പോകുന്ന ഒരാളായാൽ പോലും, ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് അറിയാവുന്ന ഒരാൾ വേറൊരു ജോലിക്ക് പോകുന്നുണ്ടായിരിക്കും. അയാൾക്ക് അറിയാവുന്ന സ്കില്ലിന് അറൗണ്ട് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ആയിട്ടുള്ള ഏത് മേഖലയായിരിക്കണം ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരുപാട് ടൈം സേവ് ചെയ്ത് തരുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ മിർസാദിൻ്റെ ആ ഒരു പോയിന്റിനോട് വളരെയധികം യോജിക്കുകയാണ്. ടൈം ഈസ് മണി. നമ്മുടെ എഫേർട്ട് ഇല്ലെങ്കിലും നമുക്ക് മണി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്നുണ്ട്. അപ്പോൾ മിർസാദിനോട് ചോദിക്കാം. ഓക്കെ മിർസ, ആക്ച്വലി യു ആർ ടു യങ്. അപ്പോൾ ഏതൊരു പക്ഷെ ഇതേപോലെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 20 കൊല്ലമായി. ഏതൊരു സ്റ്റേജിലാണ് മിർസാദിന് ദിസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ സ്കില്ല് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഈ സ്പെസിഫിക് ആയ ഒരു സാധനമാണ് എനിക്ക്
ക്ലിക്കായി, ഇതാണ് എനിക്ക് മണി ഉണ്ടാക്കി തരാൻ പോകുന്ന സാധനം എന്ന് ഏത് മൊമെൻറ്റിലാണ് തിരിച്ചറിഞ്ഞത്? അത് പിന്നീട് എങ്ങനെ ഉണ്ടായിരുന്നു ആ മൊമെൻറ്റ്? I strongly believe passion is for losers, obsession is for winners. So നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം അത് ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ ഒബ്സസ്ഡ് ആയി മാറും. ആ ഒബ്സഷനിലേക്ക് എത്തുമ്പോഴാണ് നമ്മളിടുന്ന ടൈമോ എഫേർട്ടോ നമ്മളിടുന്ന നമ്മളുടെ എനർജിയോ ഇതൊന്നും നമ്മൾ ബോധറാവാതെ ആ ഒരു സെർട്ടൻ പോയിന്റിലേക്ക് എത്തുമ്പോഴായിരിക്കാം പ്രോബബ്ലി നമ്മൾ വേറൊരു തലത്തിലേക്ക് എത്തുക. ലൈഫിൽ ആ ഒരു കരിയർ, ആ ഒരു പ്രൊഫഷൻ, ഒരു പാഷൻ പിന്നീട് പ്രൊഫഷനായി മാറുന്ന ഒരു ട്രാൻസിഷൻ സ്വിച്ച് ഉണ്ടാവില്ലേ. സോ ആ സ്വിച്ച് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി വെരി ഒബ്സസ്ഡ് വിത്ത് വാട്ട് എവർ യു വാണ്ട് ടു ഡു. സോ ഒരു ലൈഫ് എനിക്ക് തോന്നുന്നു ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവഞ്ച്വലി യു വിൽ എൻഡ് അപ്പ് ലൂസിങ് ലോട്ട് ഓഫ് ടൈം. ഇപ്പം ഞാനൊരു സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങി കാശ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഒരു സമയത്ത് ട്രേഡിങ് ചെയ്യണം തുടങ്ങി, ട്രേഡിങ് പഠിച്ച് കാശ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് ട്രേഡിങ് ചെയ്ത ഒരാളാണ്. ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാശ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ ഇതൊക്കെ ഒരു പോയിന്റിൽ ഞാൻ നിർത്തിക്കൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാനും അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനും അത് ഇഷ്ടപ്പെട്ട് ചെയ്തു തുടങ്ങി. പിന്നെ ഒരു പോയിന്റിൽ ഐ ബിക്കം ഒബ്സസ്ഡ് വിത്ത് വാട്ട് ഐ വാണ്ട് ടു ഡു. സോ ഇപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ടീച്ചിങ് ആണെന്നുണ്ടെങ്കിലും ബീങ് ഓൺ എ സ്റ്റേജ് ഓർ ടോക്കിംഗ് ടു സ്റ്റുഡൻസ് ഓർ വാട്ട് നോട്ട്. സോ ഒരു പോയിന്റിൽ ഐ ബിക്കേം ഒബ്സസ്ഡ് വിത്ത് ഇറ്റ്. ഞാനിടുന്ന പെയിനോ എനർജിയോ എന്നെ ഒരിക്കലും ബോധറാക്കിയിരുന്നില്ല. എൻ്റെ സമയമോ എനിക്കൊരിക്കലും ഒരു കൺസ്ട്രെയിൻ ആയിരുന്നില്ല. ഐ തിങ്ക് ദ മോസ്റ്റ് ഫ്രീഡം ഫോർ എൻ എൻ്റർപ്രനർ ഇസ് ദ ടൈം. അപ്പോൾ ഒരു ഓൺടർപ്രണർ പലപ്പോഴും ഞാൻ പല ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ പറയാറുള്ളൊരു കാര്യം, ദേ ഡോണ്ട് ഹാവ് ടൈം. സമയമില്ല, സംസാരിക്കാൻ സമയമില്ല. ശരിക്കും പറഞ്ഞാൽ ശരിക്കും പ്രൊഡക്റ്റീവായി ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും സമയം ഉണ്ടാവും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കലണ്ടറിൽ എപ്പോഴും സമയം ഉണ്ടാവും, ആർക്കും സമയം ഉണ്ടാവും. സോ യു ഗോട്ട് പ്രിയോറിറ്റീസ്. സോ ഇഫ് യു ലവ് ഡൂയിങ് സംതിങ്, ഡോണ്ട് ചൂസ് that particular task because you are passionate about it, because you love to do it. But if you become obsessed about it, ഒരു പോയിന്റിലെത്തുമ്പോൾ money will come to you. I never followed money while I create content. വീഡിയോ ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ തുടക്കത്തിലൊക്കെ ഇപ്പോൾ സാറിന് അറിയാം, ബിഗിനിങ്ങിലൊന്നും വി ഡോണ്ട് ചാർജ് എനിത്തിങ് അല്ലേ, വി ഡോണ്ട് ആസ്ക് ഫോർ എനി മണി. വി വോണ്ട് ടു ഡു ഇറ്റ് ബിക്കോസ് വി വോണ്ട് ടു ബി ദർ ഓൺ ദ സ്റ്റേജ് ആൻഡ് ടീച്ച് സ്റ്റുഡൻസ്. നമുക്കറിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം ഡസൻ പേ മീ എനിത്തിങ്, YouTube doesn't pay me nothing. I can't run a team of 7 with what YouTube pays me. So what gives me the money is the obsession that I have with whatever I am doing right now. So passion is definitely for losers because passion കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. That is definitely for losers. But if you become obsessed with a particular task and you kind of forget about the pain, the effort, time and everything you put into, eventually the money will follow you. ഇന്ന് എനിക്ക് ഒരു സ്റ്റേജിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിന് പോകാനോ ഐ ക്യാൻ യൂസ് മൈ നെയിം. സോ ഐ എം അറ്റ് എ പോയിന്റ് വെർ ഐ ക്യാൻ സെൽ മൈ ബ്രാൻഡ് ഓർ മൈ നെയിം. അപ്പോൾ നിങ്ങളുടെ പേര് എന്നാണോ നിങ്ങൾക്ക് ഈക്വൽ ടു മണി ആക്കാൻ പറ്റുന്നത്, ദാറ്റ്സ് വൺ ഓഫ് ദ സക്സസ് പോയിന്റ്. ടു ഗെറ്റ് ടു ദാറ്റ് പോയിന്റ് ഐ ബിക്കെയിം ഒബ്സസ്ഡ് വിത്ത് മൈ ക്രിയേറ്റിവിറ്റി. അനന്തു, നമ്മുടെ സബ്ജക്റ്റ് പറയുമ്പോൾ തന്നെ ഇപ്പോൾ അനന്തു ട്രേഡിങ് ചെയ്യുന്നുണ്ട്, ഓക്കെ, നന്നായി പോകുന്നു. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടി മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ, അതായത് ഇത് ആരെങ്കിലും വീട്ടുകാർ പറഞ്ഞു തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഈ ഫിനാൻസിനെ കുറിച്ചും മണീനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി മുമ്പ് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഏതെങ്കിലും സാധനം ഉണ്ടോ? ഓഫ് കോഴ്സ്. കാരണം ഏതെങ്കിലും സാധനമൊന്നുമല്ല, ഇപ്പോൾ ട്രേഡിങ്ങിൽ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷേ സ്റ്റിൽ ഇതെന്താ നമുക്ക് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഒരു ബിഗിനർ വരുവാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നാളെ ട്രേഡിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് കണ്ടൻറ്റ് ബേസ് ആയാലും ഇപ്പോൾ എനിക്ക് ചാനലുണ്ട്, വിനോയ്ക്ക് ചാനലുണ്ട്, ഏത് ചാനലിൽ നോക്കിയാലും ട്രേഡിംഗ് റിലേറ്റഡ് കോണ്ടൻറ്റ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് സ്റ്റെപ്പ് 1 ഏതാണ്, സ്റ്റെപ്പ് 10 ഏതാണെന്നുള്ള ഒരു ഐഡിയ ആർക്കും ഇല്ല. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കഷനിലും പറയുന്നുണ്ടായിരുന്നു, ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ 90% ഓഫ് ആൾക്കാർ ഫെയിലാണ് ട്രേഡിങ്ങിൽ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി എന്താണെന്നൊരു ധാരണ നമുക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്. അപ്പോൾ നമ്മൾ ആദ്യം മേ ബി പഠിക്കുന്നത് മുകളിലുള്ള കാര്യങ്ങളായിരിക്കാം, അത് കഴിഞ്ഞായിരിക്കും കുറച്ച് കഴിയുമ്പോൾ റിയാലിറ്റി ഹിറ്റ് ആകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും നാൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും അല്ല ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങളും ശരിക്കും പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡ് അല്ല എന്നുള്ളതാണ് സത്യം. അതായത് ഇപ്പോൾ ട്രേഡിങ്ങിൻ്റെ കേസാണ് എസ്പെഷ്യലി പറയുന്നത്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നോ പ്രോപ്പർ എഡ്യൂക്കേഷൻ എടുത്ത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കറൻ്റ്ലി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ. വിനോയ്, ആനന്ദിൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം തന്നെ, അതായത് ഇപ്പോൾ ഇവിടെ ഇത്രയും ആളുകൾ ഇരിക്കുന്നുണ്ട്, എല്ലാവർക്കും ബേസിക്കലി
ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, നല്ല മണി ജനറേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ബേസിക്കലി നമ്മളൊരു ക്രിപ്റ്റോ കോൺക്ലേവിന് വരുന്ന ആൾക്കാർക്കൊക്കെ അത്തരത്തിലൊരു ഫോക്കസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരാൾ ഇപ്പോൾ ഇതിൽ ബിഗിനേഴ്സ് ഉണ്ട്, ഒരു ബിഗിനർ അടുത്ത് ബിനോയ് പറയാണ് ദിസ് ഈസ് ദ തിങ്, നിങ്ങൾ നിർബന്ധമായും വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നല്ല മണി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾ ചെയ്തിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാം? അത് ഞാൻ ട്രേഡിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയാം. ഞാൻ നേരത്തെ ട്രേഡിങ്ങിൻ്റെ പാനൽ കുറേ കഴിഞ്ഞ് ഒരു ചെറിയ കാര്യം അതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കാത്തത്. മണിയാണ് ഫോക്കസ്. ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ക്രിപ്റ്റോ കോൺക്ലേവിലേക്ക് വരുന്ന എല്ലാവരുടെയും അൾട്ടിമേറ്റ് മണി തന്നെയാണ്. എൻഡ് ഓഫ് ദി ഡേ മണി ഉണ്ടാക്കണം എന്നുള്ളൊരു പണം ഉണ്ടാക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഈ പണം ഉണ്ടാക്കുക എന്നുള്ള കാര്യം മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് അവിടെ ഏറ്റവും വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നതും ഈ ട്രേഡിങ് സ്കാം ആണെന്ന് പറഞ്ഞ ഒരാൾക്കാർ ഇട്ട് പോകുന്നതും. ആ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പാർട്ട് വിടാം, ഉള്ള പൈസനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഫോക്കസ് ചെയ്യാം. അപ്പർ സൈഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റ് വന്നോളും, അല്ലെങ്കിൽ പൈസ വന്നോളും. ഇനി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അല്ല Can I add a point? So I know these two guys. They are very good. You know why they are very good? They were able to master two things. അത് അവരുടെ ഫിയറും ഗ്രീഡും. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണ വരെ അവൻ്റെ കൂടെയുള്ള ഒരു സാധനമാണ് ഫിയറും ഗ്രീഡും. ഇത് മാസ്റ്റർ ചെയ്ത രണ്ടുപേരാണ് നിങ്ങൾ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ സക്സസ്ഫുൾ ട്രേഡേഴ്സ് ആയത്. സോ ഈ ഫിയറും ഗ്രീഡും മാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ നെവർ ബി ഏബിൾ ടു മാസ്റ്റർ ഇറ്റ് കംപ്ലീറ്റ്ലി. ഇത് നിങ്ങളുടെ കൂടെപ്പിറപ്പാണ്, എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അത് മാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യുക, ആ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ ട്രേഡർ ഇവർ ചെയ്തിട്ടുള്ളത്. സോ ഇഫ് യു വോണ്ട് ടു ബിക്കം എ ട്രേഡർ, അത് ക്രിപ്റ്റോയിലാണെങ്കിൽ ബീറ്റ് ഇൻ ഫോറക്സ് ഓർ എനി അതർ ഫൈനാൻഷ്യൽ മാർക്കറ്റ്, യു ഹാവ് ടു മാസ്റ്റർ ദീസ് ടു തിങ്സ്. അപ്പോൾ ഇത് മാസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടോ മിർസാദിൻ്റെ ചാനൽ കണ്ടിട്ടോ ഒന്നും നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. എൻ്റെ റിസ്ക് അപ്പറ്റൈറ്റ് ഡിഫറെൻ്റ് ആണ്, ബിനോയുടെയും അനന്തുവിൻ്റെയും അപ്പറ്റൈറ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് എത്ര താഴ്ചയിലേക്ക് വീഴാൻ പറ്റും, അവിടെ നിന്ന് എത്ര ദൂരം ഞങ്ങൾക്ക് മുന്നോട്ട് പോരാൻ പറ്റും, അതിനുള്ള എത്ര എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. സോ വെൻ യു വാണ്ട് ടു സ്റ്റാർട്ട് ദിസ് ട്രേഡിംഗ് ആസ് എ കരിയർ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ മാസ്റ്റർ ചെയ്യാനെടുക്കാൻ മിനിമം ഒരു 3 to 4 years എടുക്കും. സോ ഇഫ് യു റിയലി വാണ്ട് ടു ബ്രേക്ക് ഈവൻ സക്സസ്ഫുൾ ട്രേഡർ എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇത് മാസ്റ്റർ ചെയ്യുക. അത് നിങ്ങൾക്ക് ഇനി ഏത് ചാനൽ കണ്ടിട്ടോ എന്ത് പാനലിൽ കേട്ടിട്ടോ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ മെൻറ്റാലിറ്റി, യുവർ ഫിസിക്കൽ ഹെൽത്ത്, യുവർ മെൻ്റൽ ഹെൽത്ത്, ഇതെല്ലാം കണക്റ്റഡ് ആണ്. സോ ബിനോയ്ക്ക് എന്തോ പറയണ്ടേ? യാ അച്ഛാ, ഇമോഷൻ്റെ കാര്യം പറഞ്ഞാൽ ഈ മണി എന്ന് പറയുന്നത് തന്നെ ഒരു ഇമോഷനാണ് എല്ലാവർക്കും. നമുക്കതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ട്രേഡിങ്ങിലും ഈ ഒരു ഇമോഷൻ വളരെ വലിയൊരു ഇതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ മിർസാദും അനന്തും പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കാര്യത്തെ പറ്റിയിട്ട് പഠിക്കണമെന്നുണ്ട്. ഇപ്പോൾ പൗലോ കൊയ്ലോടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്, നമ്മളൊരു കാര്യത്തെ പറ്റിയിട്ട് അത്രയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോകം മൊത്തം അത് നടത്തി തരാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ ഇന്നത്തെ കാലത്ത് നമ്മളൊരു കാര്യത്തെ പറ്റി പഠിക്കാനോ അല്ലെങ്കിൽ അതിലൊരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കാനോ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ട്. അത്രയും റിസോഴ്സസ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന്. അപ്പോൾ അത് അത്ര എന്താ പറയുക, ഒരു റോക്കറ്റ് സയൻസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമല്ല ട്രേഡിംഗ് എന്നല്ല, ഏതൊരു സ്കില്ലായാലും നമ്മൾ അത്ര വലിയൊരു ഇതായിട്ട് കാണേണ്ട കാര്യമില്ല. പക്ഷേ അനന്ത് പറഞ്ഞ പോലെ തന്നെ നമുക്കതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു ഇതില്ല. ഓക്കെ, നമ്മൾ സ്വയം കണ്ടെത്തി പഠിക്കാനായിട്ടുള്ളൊരു എഫേർട്ട്, നമ്മൾ സ്കില്ല് ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്രയും ഒരു എഫേർട്ട് നമ്മളിന്ന് ഇട്ടാൽ മാത്രമേ നമുക്ക് സ്വയം അത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അവിടെയാണ് അനന്ത് പറഞ്ഞ പോലെയും നിസാദ് പറഞ്ഞ പോലെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിയിൽ വളർന്നത് കാരണം നമ്മളെല്ലാം ചെറുപ്പം തൊട്ട് മണി അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കുക അതിനൊക്കെ കുറിച്ച് ഭയങ്കര ഒരു ഗ്രേ ഷെയ്ഡിൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കുറേ കമൻസ് കേട്ട് വളർന്നൊരു ജനറേഷനാണ്. പ്രത്യേകിച്ച് എന്നെ പോലത്തെ ആളുകൾ. മിർസാദ് കുറച്ചുകൂടി ജെൻസിയാണ്, അത് ചിലപ്പോൾ ഉണ്ടാവില്ല. അതായത് കൂടുതൽ അവനെന്തോ രണ്ടാം പരിപാടി ഉണ്ട്, നമ്മളെ മലയാള ഭാഷ പറഞ്ഞാൽ അവനെന്തോ വേറെന്തോ ഒരു പരിപാടി അവൻ ചെയ്യുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണോ ശരിക്കൊക്കെ കാശുണ്ടാവുക, പലയിടത്ത് അത്ര കൂടുതൽ കാശുണ്ടാവും, അങ്ങനെ കുറേ സാധനം കേട്ടതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഞാൻ ഭയങ്കര ക്ലീഷായത് ട്രെയിനർമാരുടെ കുറേ ക്ലീഷായത് കാരണം ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. അതായത് കാശുണ്ടാക്കുന്നത് തെറ്റാണെന്ന് കേട്ട് വളർന്ന ഒരു ജനറേഷൻ ഉണ്ട് ശരിക്കും നമ്മുടെ നാട്ടിൽ. നന്നായി കാശുണ്ടാക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഒരുപാട് പണം ഉണ്ടാക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നവൻ ശരിയല്ല, ആ ഒരു സാധനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ സമയം തീരുമ്പോൾ നിങ്ങൾക്ക് 3 പേർക്കും നമ്മൾ ഈ ക്രൗഡിനോട് നിങ്ങൾ ആ കേട്ട സാധനം തെറ്റാണ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ട ഒരു മിസ്കോൺസെപ്റ്റ്, നമ്മളെ മിസ്ലീഡ് ചെയ്ത ഏതെങ്കിലും സാധനം പറയുകയാണെങ്കിൽ മിർസാദ് ഏത് പറയും? മിർസാദ് കേട്ടതുണ്ടോ അങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ അതേതാണ്? ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഉമ്മാനെ ഉപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു, അവർ ഖത്തറിലാണ് അങ്ങനെ പ്രോഗ്രാം ഉണ്ട് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞു, മോനെ
എന്തായാലും കാര്യങ്ങളൊക്കെ നല്ലപോലെ പോണില്ലേ, നീ ഖത്തറിലേക്ക് അവിടെ ഒരു ജോലി നോക്കാം. സോ ദാറ്റ്സ് ദെയർ മെന്റാലിറ്റി. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് ദെയർ മെന്റാലിറ്റി. ഞാൻ പറഞ്ഞു അടുത്ത പെരുന്നാളിന് നോക്കാം ഇൻഷാല്ലാ. ഓക്കെ, സോ വൈ ഷുഡ് ഐ ട്രബിൾ ദം? ഓക്കെ. സോ അവർ ഓൾറെഡി സെറ്റായി. ഐ നോ, ദേ നോ ദാറ്റ് ഐ എം ഡൂയിങ് ഗുഡ്. ഉപ്പ ഉമ്മ നോസ് ദാറ്റ് ഐ എം ഓക്കെ, ബട്ട് ദേ വാണ്ട് മീ ക്ലോസ് ടു ദം, അത്രേ ഉള്ളൂ. സോ ഇറ്റ്സ് ദെയർ ഇമോഷൻ. Why not? Maybe later, I don't know. I can move to Dubai or Qatar or anywhere else if I have the time and money in my hand. So എൻ്റെ പാരൻസിനെയോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ജനറേഷനോ പണത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ഞാൻ ആരുമല്ല. എനിക്ക് ശേഷം ഇനി വരാൻ പോകുന്ന എൻ്റെ അനിയൻ, അവർക്ക് ശേഷമുള്ള ജനറേഷനെ അവർക്ക് ഇതിനെപ്പറ്റി ബോധവൽക്കരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. സോ ഐ കൺസിഡർ ദിസ് ആസ് എ ഡ്യൂട്ടി ദാൻ എ ജോബ്. സോ ദാറ്റ് ഈസ് വൈ ഐ എം ഹിയർ ഓൺ ദ സ്റ്റേജ്. അങ്ങനെയാണെങ്കിൽ ഒരു ബേസിക് നിങ്ങൾ കേട്ട അതല്ല ഇതാണ് ശരിയെന്ന് പറയുന്നത് എന്തായിരിക്കും? Money is a tool. മണി ഇസ് എ ടൂൾ. Money is a tool. സോ ഇപ്പോൾ ബിനോയ് പറഞ്ഞ പോലെ തന്നെ വായു ഒഴികെ ബാക്കി എല്ലാത്തിനും കാശ് വേണം. സോ ഇറ്റ്സ് എ ടൂൾ ദാറ്റ് യു വാണ്ട് ടു ലിവ് ഓൺ എർത്ത്. നമ്മളാണ് ഇപ്പോൾ ഈ ഭൂമിയിൽ ഈ യൂണിവേഴ്സിലുള്ള ഏക ക്രീച്ചർ. വി പേ മണി ടു ലിവ് ഓൺ ദിസ് എർത്ത്. ഓക്കെ, അപ്പം നമുക്ക് കാശ് വേണം. അപ്പം അതിന് വേണ്ടി ഇപ്പം എൻ്റെ മുമ്പിൽ എന്നെക്കാളും ഗുരുതുല്യന്മാരായിട്ടുള്ള ഒരുപാട് ഏജും എക്സ്പീരിയൻസ് കൊണ്ടും ഇരിക്കുന്ന ആൾക്കാരാണ്. എന്നെക്കാളും ഒക്കെ കാശുണ്ടാക്കിയവരും കാശ് കളഞ്ഞവരും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആരുമല്ല. ബട്ട് വാട്ട് ഐ തിങ്ക് ദാറ്റ് മണി ഈസ് ജസ്റ്റ് എ ടൂൾ. സോ ഇറ്റ് ഈസ് നോട്ട് ദി അൾട്ടിമേറ്റ് ഗോൾ ഇൻ എനിബഡീസ് ലൈഫ്. മണി ഈസ് ജസ്റ്റ് എ ടൂൾ. അതിന് ടൂളായിട്ട് കാണാം, അത്രേ ഉള്ളൂ. എന്തോ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ആക്ച്വലി ഇപ്പോൾ എൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ കുറച്ച് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ടൈമുണ്ടല്ലോ, ആ ഒരു ടൈമിൽ വീട്ടിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടൊരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് സേവ് ചെയ്യാവുന്നതാണ്. അല്ലേ, സേവ് ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഓഫ് കോഴ്സ് സേവ് ചെയ്യണം. പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ ജസ്റ്റ് സേവ് ചെയ്യുക മാത്രമല്ല, നമ്മൾ എക്സ്പെൻസ് എത്ര കൂടുന്നോ അത്രത്തോളം നമുക്ക് ഉണ്ടാക്കാൻ കുറച്ചുകൂടെ മോട്ടിവേഷൻ വരും. എൻ്റെ കാര്യമാണ് പറയുന്നത്, എല്ലാവർക്കും സെയിം ആയിക്കൊള്ളണമെന്നില്ല. ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. അതായത് നമ്മളുള്ള ഇൻകത്തിൽ സ്ട്രിക്റ്റ് ചെയ്ത് മറ്റേ ഇടുങ്ങി ജീവിക്കാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. റൈറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ മിസ്സാവ് പറഞ്ഞ പോലെ ഉമ്മ ജോബിൻ്റെ കാര്യം പറഞ്ഞു. സെയിം സിനാരിയോ. ഇപ്പോൾ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 1 month ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ട്രേഡർ ആണ് എന്ന് പറഞ്ഞ് മാരേജ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കല്യാണം കഴിച്ചു അല്ല, അത് നമ്മൾ കഴിച്ചു. അത് നമ്മൾ സെറ്റാക്കി. ഓക്കെ അല്ല, പക്ഷേ ഇപ്പോൾ നമുക്ക് ഇത്ര ഒരു ഇൻകം ഉണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. കാരണം ആൾക്കാർ നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനെപ്പറ്റി ആരും അത്ര അവെയർ അല്ല. കാരണം ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഇത്ര ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും നോക്കുമ്പോൾ ഒരു സേഫ് സൈഡായിട്ട് നിങ്ങൾക്ക് ജോബുണ്ട്, അതിൽ നിന്ന് കുറച്ച് സേവ് ചെയ്യാം. ഇപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭാര്യയെ നോക്കണേ, ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്, ഭാര്യയെ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് ഇൻകം വേണം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ കോൺസെപ്റ്റ് പ്രകാരമാണെങ്കിൽ ആ ഒരു കാര്യം തെറ്റാണ്. അതായത് ഇപ്പോൾ സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളത്. നമ്മളിപ്പോൾ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം വീണ്ടും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടാണ് കിട്ടുന്നത്. സോ ഒന്നുകൂടെ പറയുകയാണ്, പേഴ്സണൽ ഒപ്പീനിയൻ ആണ് മേ ബി. അല്ല, അനന്ത് പറഞ്ഞതൊരു ഓഷോയുടെ ഒരു സെൻറ്റൻസ് ഉണ്ട്. അതായത് ഓഷോയുടെ ഒരു കോട്ടുണ്ട്, ഈ ഫിയർ ഉള്ളവരാണ് ബേസിക്കലി സേവ് ചെയ്യുക, ഇൻ്റലിജൻസ് ഉള്ളവൻ സേവ് ചെയ്യില്ല. അതായത് അവന് വീണ്ടും ഉണ്ടാക്കാന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അവന് കൂടുതൽ ഉണ്ടാക്കുക, അവൻ്റെ സ്കില്ലിലും അവൻ്റെ നോളജിലും അവൻ്റെ ഇൻ്റലിജൻസിലൊക്കെ അവന് വിശ്വാസമുണ്ട്. അപ്പോൾ അവൻ്റെ ഫോക്കസ് എക്സ്പാൻഷൻ ആയിരിക്കും. അതായത് ഓഷോ പറഞ്ഞ കോൺസെപ്റ്റൊക്കെയാണ് അനന്ത് ഇവിടെ ഇരുന്ന് പറയുന്നത്. അല്ല, അതുപോലെ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ള കോഡ്സ് ആണ്. അതായത് നമ്മൾ ചെറിയ എമൗണ്ട് വെച്ചിട്ട് വലിയ റിസ്ക് എടുക്കുക, അങ്ങനെ ഒരു കോഡുണ്ടല്ലോ. ചെറിയ എമൗണ്ട്സ് വെച്ച് വലിയ റിസ്ക് എടുക്കുക, എന്നിട്ട് ഒരു ഇൻകം ആയി കഴിഞ്ഞതിന് ശേഷം ചെറിയ റിസ്ക് എടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. അപ്പം ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾക്ക് ഒരു വെൽത്ത് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമുക്ക് മിക്ക ആൾക്കാർക്ക് ഒരു അവയർനെസ് ഇല്ല. അതുകൊണ്ടാണ് കൂടുതൽ മണി മാനേജ്മെന്റ് പ്രോപ്പർ അല്ല എന്നുള്ളതാണ് പ്രശ്നം. ബിനോയ് തന്നെ ഇപ്പോൾ ഞാൻ കണ്ടു വളർന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ജോലിയുണ്ട്. എന്നിട്ട് പോലും ഒരു മന്ത്ലി എക്സ്പെൻസസ്, ഒരു വീട്ടിലെ മന്ത്ലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ, അത്ര ആർഭാട ജീവിതമായിട്ടല്ല എങ്കിൽ പോലും ഒരു മന്ത്ലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നൊരു സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും കുറച്ചൊക്കെ പൈസ കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കത് പീസ്ഫുള്ളായിട്ട് ജീവിച്ചു പോകാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മണി ആവശ്യമാണ്. ഇപ്പോൾ മിർസാദക്കോട് ഉപ്പയും ചോദിച്ച പോലെ തന്നെ എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്, പുറത്തേക്കൊന്നും നോക്കുന്നില്ലേ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അതാ, പുറത്ത് പോയാലേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജോലി കിട്ടി ആ ശമ്പളം 10,000 രൂപയുടെ ശമ്പളം കിട്ടുകയാണെങ്കിൽ അയാൾക്ക് ജീവിച്ചു പോകാൻ പറ്റുമെന്നുള്ളൊരു വളരെ തെറ്റായിട്ടുള്ളൊരു ചിന്താഗതി ഇന്നും ആളുകൾക്കുണ്ട്. ഇപ്പോൾ ഞാൻ മീറ്റ് ചെയ്യുന്ന എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള പല ആളുകൾക്കും എന്തെങ്കിലും ഒരു ചെറിയ ജോലിയിൽ കയറി പറ്റണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അവർക്കൊരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആകണം എന്നുള്ളൊരു ചിന്ത ഇല്ലാത്തത് കൊണ്ടാണോ അതോ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഓഫ് കോഴ്സ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അത് പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ടും അതൊരു കാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ഏതൊക്കെ വഴിയിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നോക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു സ്കില്ലുണ്ടായിരിക്കും. നമ്മുടെ സ്കില്ല് എന്താണോ അത് കണ്ടെത്താം. നമുക്ക് എവിടെ നിന്നൊക്കെ ഇൻകം വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ ട്രേഡറാണ്, എങ്ങാനും ഈ മന്ത് ലോസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിച്ചു പോകണ്ടേ, അപ്പുറത്ത് ഇൻകം സോഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വഴിയിലൂടെ ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ നോക്കുക, മാക്സിമം നോക്കുക. അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ന് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഇപ്പോൾ മിർസാദിനെ പോലെയും അനന്തിനെ പോലെയൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അത്ര വലിയൊരു കാര്യമില്ല. മണി ഈസ് എ ടൂൾ. ആ ടൂളിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ആ കറക്റ്റായിട്ടുള്ള മെത്തേഡ് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി, അതിലേക്കൊന്ന് എത്തിപ്പെടാനായിട്ടുള്ള എഫേർട്ട് എടുത്താൽ മതി. ഓക്കെ, ക്യാൻ ഐ ആഡ് വൺ പോയിന്റ്? ഞാൻ എൻ്റെ ഗ്രോത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുള്ള ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് വിഷ്ഫുൾ തിങ്കിങ് ആണ്. കാരണം നാളെ അത് വരും എന്ന് കണ്ടുകൊണ്ട് ഇന്ന് ഞാൻ ചിലവായി തുടങ്ങും. സോ എൻ്റെ ചിലവ് കൂടാന്നല്ലാതെ വരവ് കൂടുന്നില്ല. സോ ഇപ്പോൾ അനന്ത് പറഞ്ഞ പോലെ നമ്മൾ ചിലവ് കൂടാന്ന് വെച്ചാൽ വരവ് കൂട്ടണം. പക്ഷെ ഇവിടെ പലരുടെ അവസ്ഥ എന്ന് വെച്ചാൽ വരവ് കുറവാണ്, ചിലവ് കൂടുന്നുണ്ട്. എന്താ വിഷ്വൽ തിങ്കിങ് ആണ്, വരും എന്നൊരു ചിന്ത. അല്ല, അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ചിലവ് കൂട്ടുമ്പോൾ ഈ നമ്മളറിയാതെ ഒരു കംഫർട്ട് സോണിലേക്ക് കിട്ടുമോ, ഈ ജീവിതത്തിൻ്റെ കംഫർട്ട് സോണിലോട്ട്. ഒരു മനുഷ്യനെ കില്ല് ചെയ്യുന്നത്, അവൻ്റെ ഗ്രോത്തിനെ കില്ല് ചെയ്യുന്നത് ഈ കംഫർട്ട് സോണാണ്. ഇപ്പോൾ പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു നല്ല ഇൻകം വന്നു തുടങ്ങുമ്പോൾ, നല്ല വരുമാനം വന്നു തുടങ്ങുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ഷോപ്പ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ പിന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ പഴയ കൂട്ടുകാരൊക്കെ വരും, മറ്റേ അകന്ന ബന്ധുക്കളൊക്കെ അടുത്ത ബന്ധുക്കളാവും, സിനിമക്ക് പോകാൻ ആളുകളുടെ എണ്ണം കൂടും, നമ്മളുടെ ട്രിപ്പ് പോകാൻ ആളുകളുടെ എണ്ണം കൂടും. അപ്പോൾ പലപ്പോഴും യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത സംഭവിക്കുന്നത്, ഇവർക്കൊരു നല്ല ഗ്രോത്ത് ഉണ്ടായിട്ട് ഇവർ പോലും അറിയാതെ ഇവർ കംഫർട്ട് സോണിലോട്ട് പോകും. ഇവർക്ക് ഗ്രോത്ത് തന്നുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസിന് വേണ്ടി ഇവർ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയും. ഇവർക്ക് ഗ്രോത്ത് കൊണ്ടുവന്നിരുന്ന ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഫോക്കസ് ഔട്ടായി പോകും. ഫോക്കസ് ഔട്ടായി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ചുരുക്കി പറഞ്ഞാൽ റോബർട്ട് കിയോസാക്കി പറഞ്ഞ പോലെ, money is not an important thing, but you can do your many important things without money. ആൾ ഇമ്പോർട്ടൻ്റ് എന്നല്ല പറഞ്ഞ് ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ക്യാഷ് നമ്മളെ ജീവിതത്തിലൊരു ക്യാഷാണ് എവരിത്തിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നേരത്തെ മിർസാദ് പറഞ്ഞ പോലെ തെറ്റാണ്. പക്ഷേ നമ്മുടെ ലൈഫിനെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ഇതെല്ലാം നന്നായി പോകണമെങ്കിൽ, നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടി കംഫർട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, കുറച്ചുകൂടി ഈസിനെസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല മണി ഉണ്ടാക്കിയേ പറ്റും. മണി കാൺ ബൈ ഹാപ്പിനെസ് എന്ന് പറയും. പക്ഷേ മണി ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് തരുന്ന പല കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, സോ ടൈം കഴിഞ്ഞു. നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.